അപ്പോൾ നമ്മുടെ നല്ല മധുരമുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനീഷ് ഫുഡ് ടെക് ട്രാവലിലേക്ക്. ഇന്ന് നമ്മൾ പുതിയൊരു ഐറ്റമായിട്ട് വരികയാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു സ്വീറ്റ് ഐറ്റമാണ്. നല്ല മധുരമുള്ള ഗുലാബ് ജാമുനാണ് ഉണ്ടാക്കുന്നത്. അത് ചില സ്ഥലത്ത് പറയും ഗുലാബ് ജാമുൻ, ചില സ്ഥലത്ത് അതേ കൂട്ട് വെച്ച് തന്നെ ചെറിയൊരു വെറൈറ്റി ചെയ്യും. കുറച്ച് ബ്ലാക്ക് കളറിൽ അതിന് കാലാ ജാമുൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ പക്ഷേ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇന്ന് കാലാ ജാമുനല്ല, ഗുലാബ് ജാമുനാണ്. ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റ് തന്നെയായിരിക്കും, പക്ഷേ നമ്മൾ കൊടുക്കുന്ന പേര് ഗുലാബ് ജാമുനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറയാം. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ പൊടി കിട്ടുന്നുണ്ട് മാർക്കറ്റിൽ, എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിരിക്കും അതിൻ്റെ പൊടി. അപ്പോൾ അതിൻ്റെ ഒരു പൊടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഗുലാബ് ജാമുൻ ചെയ്യുന്നത്. സാധാരണ ഇതിൽ വലിയ ലോട്ടർ ആയിട്ട് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ, ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ പൊടി വെച്ചിട്ടുള്ള ചെയ്യാം. അതിൻ്റേതായിട്ടുള്ള അതായത് ഈ പൊടിയും അതിലുപയോഗിച്ചുള്ള പൊടികളും നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുക. ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാം ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സാധാരണ രീതിയിലുള്ള പൊടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗുലാബ് ജാമുൻ ആക്കുമ്പോൾ 2 സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര സിറപ്പാക്കുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മൾ അത് ഓൾറെഡി നമ്മൾ കാണിച്ചിട്ടുണ്ട്, നമ്മുടെ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ പാൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു തരത്തിലുള്ള പഞ്ചസാര ലായനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്, അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് നമ്മൾ പാൽ കേക്ക് ഉണ്ടാക്കുമ്പോഴുള്ള ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു പൊടിയാണ്. ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്ര മുഴുവനായിട്ട് ഉപയോഗിക്കുന്നില്ല. ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-100 ഗുലാബ് ജാമുൻ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇത്രയൊന്നും ആവശ്യമില്ല. പിന്നെ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗുലാബ് ജാമുൻ്റെ പൊടി ഉപയോഗിച്ച് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വെള്ളം ചേർക്കരുത്. എപ്പോഴും പാലും നെയ്യും കൂട്ടി മാത്രമേ കുഴക്കാൻ പാടുള്ളൂ. അതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഗുലാബ് ജാമുൻ്റെ പൊടി ഞാനിത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യമുള്ള എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ശരിക്കും വലിയ ലോട്ടിലൊക്കെ ഞാൻ പറഞ്ഞു, ഒരുപാട് ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ പൊടിയും നമ്മൾ ഉണ്ടാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പൊടി കൊണ്ടല്ല ഉണ്ടാക്കുക. ശരിക്കും ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പാല് കുറുക്കിയിട്ട് അതിന് പ്രത്യേക ഒരു പേര് പറയും, കോയ എന്നാണ് പറയുക. അപ്പോൾ പാല് കുറുക്കി കിട്ടുന്ന ആ ഒരു ഭാഗമുണ്ട്. അതിനെ കൊണ്ടാണ് ശരിക്കും ഗുലാബ് ജാമുൻ്റെ ശരിക്കും ഉണ്ടാക്കുന്നവരുണ്ടാക്കുക. അത് പക്ഷേ വളരെ കോസ്റ്റ്ലി ആയിരിക്കും. കാരണം ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്നത് അത് വെച്ച് ആണെങ്കിൽ വളരെ കോസ്റ്റ്ലി ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പൊടികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും മതിയാവും. ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് എൻ്റെ ഏച്ചി ഉണ്ടാക്കി കൊണ്ടുവന്ന നെയ്യാണ്. ഇതേപോലെ പാലിൽ നിന്ന് ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പാലുണ്ടല്ലോ, പാലിൽ നിന്ന് കിട്ടുന്ന പാട മാറ്റി വെച്ച് അതിൽ നിന്നും ഉണ്ടാക്കിയ നെയ്യാണ്. ഹോം മെയ്ഡ് നെയ്യാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നെയ്യാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നെയ്യ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള പാല്, കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലവണ്ണം ഒരു പരുവത്തിലാക്കിയിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുള്ള ഇതാണ്. ഇതിപ്പോൾ ഞാൻ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ചെറിയ ഉണ്ടാക്കി എടുക്കുകയാണ് നമുക്ക് വേണ്ടത്. ഉണ്ടയാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗുലാബ് ജാമുൻ നല്ല വലുപ്പമുണ്ടാവും, ഇത്ര വലുപ്പമുണ്ടാവും. പക്ഷേ ആ ഒരു വലുപ്പത്തിലുള്ള ഒരിക്കലും ആക്കരുത്. അങ്ങനെ ആക്കുകയാണെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അകത്ത് വേവില്ല, പുറം മാത്രം നല്ലവണ്ണം വെന്ത് അകത്ത് നല്ല പച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അത് ഫെയിൽ ആയി മാറും. അപ്പോൾ നമുക്ക് ചെറിയ ഉണ്ടയാവണം. ചെറിയ ഉണ്ട ആക്കി വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ പഞ്ചസാര ലായനിലേക്ക് ഇട്ട് കൊടുത്തതിന് അത് തനിയെ വലുതാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ചെറിയ ഉണ്ടയാക്കി കൊടുക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നല്ല ഇങ്ങനെ ഒരു ഉണ്ടയാക്കേണ്ടതാണ്. എന്നതിന് ശേഷം ഒന്ന് അമർത്തി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് ഒരു ഉണ്ടയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഈ ഒരു സൈസിലുള്ളതാണ് ഉണ്ട വേണ്ടത്. ഇത്രയേ പാടുള്ളൂ. ഇതിൽ കൂടുതൽ വലുപ്പം ആവരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഉണ്ടകളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗുലാബ് ജാമുൻ ആക്കാൻ വറുത്ത് കോരുവാനുള്ള എല്ലാ
ഉണ്ടകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ 4, 4, 5, 9, 12, 15, 15, 6, 21 അത്രയും ചെറിയ കൂട്ടോട്ട് നമ്മൾ 21 ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എത്ര വലുപ്പത്തിലാവും, എങ്ങനെയാവും ഇതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമ്മൾ ഗുലാബ് ജാമുൻ്റെ തേർഡ് സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കി. സെക്കൻഡ് സ്റ്റെപ്പിൽ ഇതാ നമ്മൾ ഈ കാണുന്ന പോലെ കുഴച്ച് ഉണ്ടാക്കി വെച്ചു. തേർഡ് സ്റ്റെപ്പ് നമ്മുടെ വറുത്ത് കോരുവാനുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ തേർഡ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യം ഞാൻ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പലരും പറയുന്നുണ്ട് ഈ ആഡ് ചെയ്യൽ എന്നുള്ളത് കൂടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് മാറ്റിയിട്ട് ആഡ് ചെയ്യൽ മാറ്റിയിട്ട് ചേർക്കുക എന്നുള്ളത് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഈ ഒരു എണ്ണ മതിയോ? ഇനി എണ്ണ ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നീട് ഒരു പ്രധാന കാര്യമുണ്ട്. ഇപ്പോൾ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കുമ്പോഴല്ലോ നിങ്ങൾ പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ലൈനിൽ എപ്പോഴും ഒരു ഏലക്കായ പൊടിച്ചിടണം. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് ഏകദേശം എണ്ണ ചൂടായിട്ട് നമുക്ക് നമ്മുടെ ഓരോ ബോൾസും നമുക്ക് വറുത്ത് പോരാവുന്നതാണ്. പ്രധാനമായിട്ടൊരു കാര്യം പറയാനെന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുമ്പോൾ എണ്ണ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര സ്മെല്ലായിരിക്കും. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ റൈസ് ബ്രാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഉപയോഗിക്കാം, മറ്റേത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരിക്കലും വെളിച്ചെണ്ണ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ സ്മെല്ല് തന്നെ ചെറുതായിട്ട് മാറിപ്പോകും. അപ്പോൾ വെളിച്ചെണ്ണയുടെ സ്മെല്ലായിരിക്കും അവിടെ ഫോക്കസ് ആയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുനും വെളിച്ചെണ്ണയുടെ സ്മെല്ലുണ്ടാവും, അതുപോലെ തന്നെ പഞ്ചസാര ലായനിക്കും ഉണ്ടാവും. ബാക്കി എണ്ണകൾക്കൊന്നും എന്താ വെച്ചാൽ കൂടുതൽ സ്മെല്ലില്ലാത്ത കാരണം നമുക്ക് ആ ഒരു എണ്ണ നമുക്കിതിന് ഈ ഒരു ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ച് കൊടുക്കാം. നമുക്കിവിടെ കാണാൻ പറ്റിയ ഏകദേശം നമ്മൾ ഗുലാബ് ജാമുൻ്റെ കളറൊക്കെ നല്ല ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു പാകം. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഈ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ നേരെ നമ്മുടെ അരിപ്പക്കൈയിൽ കൊണ്ട് കോരിയെടുക്കാവുന്നതാണ്. ഇതേപോലെ കോരിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അരിപ്പക്കൈയിലോട്ട് കോരിയെടുത്തിട്ട് എണ്ണയൊന്ന് വാർന്നു പോകുന്നതിന് നമുക്ക് വെക്കാവുന്നതാണ്. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഗുലാബ് ജാമുൻ ബോൾസ് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ 2 പ്രാവശ്യം മാത്രമേ, ഇതിപ്പോൾ വലിയൊരു പാത്രമായതുകൊണ്ട് നമ്മൾ വെറും 2 പ്രാവശ്യം മാത്രമേ നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. ഇനി ഇതിപ്പോൾ ഇതിൽ എണ്ണയൊക്കെ കുറഞ്ഞ് പോയിട്ടുണ്ട്. എണ്ണ പോയി ഞാൻ നേരെ നമ്മുടെ പഞ്ചസാര ലായനിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ഗുലാബ് ജാമുൻ ബോൾസൊക്കെ നല്ല നീന്തി കളിക്കുകയാണ്, നീന്തി തുടിക്കുകയാണെന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും. ഇനി അവിടെ കിടന്നോട്ടെ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നല്ല മധുരമുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട്. ഞാനൊരു പീസ് എടുത്തു. ഒരു പീസ് ഞാൻ നല്ല കട്ട് ചെയ്ത, നിങ്ങൾക്കിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിത് കാണാൻ പറ്റും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം മധുരമൊക്കെ നല്ല കുടിച്ച് നിൽക്കുകയാണ് വെള്ളത്തിൽ, പഞ്ചസാര വെള്ളത്തിൽ. ഇപ്പോൾ ഞാൻ ഈ ഒരു പീസിനെ അങ്ങ് കുറച്ച് പഞ്ചസാര ലായനിയോട് കൂടി എടുക്കുകയാണ്. നെയ്യുടെ ചോ വായിലോട്ട് വെക്കുമ്പോൾ തന്നെ വരുന്നുണ്ട്. ക്ലാസ് എക്ദം സൂപ്പർ, നല്ല അടിപൊളിയായിട്ടുണ്ട്. കിടുവായിട്ടാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റാണ് മാക്സിമം ടൈം വേണ്ടത് ഇതിന്. നിങ്ങളിപ്പോൾ ഗുലാബ് ജാമുൻ ഒരു 20 ഗുലാബ് ജാമുൻ അല്ലെങ്കിൽ ഒരു 15 ഗുലാബ് ജാമുൻ കടയിൽ പോയി വാങ്ങിക്കാൻ 100-150 രൂപ എന്തായാലും വാങ്ങണം. വലിയ ഗുലാബ് ജാമുൻ ആയിരിക്കും. ഈ ഒരു സൈസുള്ള 10, 30, 50 ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ നിങ്ങൾക്കൊരു 50 രൂപ, 60 രൂപയാവുള്ളൂ. എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പൊടിയുടെയും ഇതിൻ്റെ എല്ലാ എക്സ്പെൻസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ചാർജ് മാത്രമേ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ആയിട്ടാണ്, കിടു ഐറ്റമാണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ കാണാം. ബൈ.